പിന്നെ മമ്മൂട്ടിയുടെ അതിലെ വേഷം ഭയങ്കരമായിട്ട് ചർച്ചയായതാണ്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലൻ കഥാപാത്രമായിരിക്കും മമ്മൂക്കയുടെ കഥാപാത്രം. എന്താണ് മമ്മൂക്കയുടെ കഥാപാത്രത്തെ പറ്റിയിട്ട്? മമ്മൂക്കയുടെ കഥാപാത്രത്തെ പറ്റി നെഗറ്റീവ് ഷെയ്ഡുള്ള പക്ക വില്ലൻ കഥാപാത്രമാണ് എന്നുള്ളൊരു ചർച്ച ഇങ്ങനെ നടക്കുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ തന്നെ ഒരു ഔദ്യോഗിക ഭാഷയമല്ല. അതും ഇങ്ങനെ വന്ന് ഇവിടെ നിന്നൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള സംഗതികളാണ്. പിന്നെ നമ്മളതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുകയോ നിരാകരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു പ്രൊട്ടഗണിസ്റ്റ് ആന്റഗോണിസ്റ്റ് ദ്വന്ദ്ങ്ങൾക്ക് അപ്പുറം ഈ ഇതിന്റെ ഇടയിലുള്ള സ്പെക്ട്രത്തിൽ എവിടെയൊക്കെ ചിതറിക്കിടക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിനെ ഒരിടത്തു കൊണ്ടോട്ട് കെട്ടിയിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ബാക്കി അതിന്റെ ഇൻ ഡീറ്റെയിൽ സംഗതികൾ സിനിമ സംസാരിക്കും. പക്ഷെ നമ്മുടെ ഒരു ഭാഷ്യമല്ല ആ സംഗതി എന്നുള്ളത്. അതുപോലെ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് വിനായകൻ, എങ്ങനെയാണ് ആ കഥാപാത്രം വിനായകനിലേക്ക് എത്തിയത്? അത് പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓപ്പോസിറ്റ് ആണോ എന്നും ഒഫീഷ്യലി റിവീൽഡ് ആയിട്ടുള്ള സംഗതിയല്ല. സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ഉള്ള ഒരു സിനിമയാണ്. അതിൽ രണ്ട് കഥാപാത്രങ്ങളാണ് മമ്മൂക്കയും വിനായകൻ ചേട്ടനും ചെയ്യുന്നത്. അപ്പൊ മമ്മൂക്ക ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് കുറെ കമ്മിറ്റ്മെന്റ്സും പരിപാടി പ്രോജക്ട്സും കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് കൃത്യമായിട്ട് ഇത് ഷൂട്ടിംഗ് ഡേറ്റിലോട്ട് ഇത് ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം ചെയ്യാനായിട്ട് ഒരാൾ കൂടി വേണം. അതൊരു അനിവാര്യതയാണ്. അപ്പൊ അതിന്റെ പുറത്ത് നടന്ന ചർച്ചകളുടെ ഇടയിൽ മമ്മൂക്ക തന്നെയാണ് വിനായകൻ ചേട്ടന്റെ കാര്യം ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ആലോചിച്ചപ്പോഴത്തേനും അദ്ദേഹം മുന്നേ ചെയ്തതിൽ നിന്നും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു പൊതു സ്വഭാവത്തിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടുള്ള ഒരു ട്രേറ്റ് ആണ് ഈ കഥാപാത്രത്തിന്. അപ്പൊ അദ്ദേഹം അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു ഡയമെൻഷൻ വരുമെന്നൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും ഒരു താല്പര്യം തോന്നി. അങ്ങനെയാണ് ആ ഒരു ഇതിലോട്ട് എത്തുന്നത്. സിനിമയുടെ ക്രൂ, ഫൈസൽ അലി, സംഗീതം മുജീബ്, എങ്ങനെയാണ് ആ ക്രൂവിലേക്ക് എത്തുന്നത്? ഫൈസലേട്ടൻ നമ്മുടെ എനിക്കൊന്ന് സിനിമ നമ്മൾ മീൻസ് ഒരുപാട് ചർച്ചകളും ഇപ്പൊ പറയുന്നത് പോലെ ഈ ഷൂട്ടിംഗ് പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു തീയതിയിലോട്ട് പെട്ടെന്നാണ് പടം ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറെ ഓപ്ഷൻസിൽ നല്ലൊരു ഓപ്ഷനായിട്ട് ഫൈസലേട്ടനെ മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ജോണറൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നി. അങ്ങനെ ആ ഒരു ആത്മവിശ്വാസത്തിന് പുറത്താണ് അദ്ദേഹം സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഷൂട്ടിനോട് അടുക്കുന്ന സമയം വരെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻസ് വെച്ച് തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്താണ് ഈ കിഷ്കിന്ധ കാണ്ഡം എന്നുള്ള സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്ത് അത് പോയി കാണുകയൊക്കെ ചെയ്തപ്പോൾ ആ സിനിമയും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആ സിനിമയെ മ്യൂസിക് നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലായി. അപ്പോൾ ആ ജോണറിനെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ കണ്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ചെയ്താൽ നന്നായിരിക്കും തോന്നുകയും പ്രൊഡക്ഷൻ ഹൗസും മമ്മൂക്കയായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കും അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിനും താല്പര്യം തോന്നി. അങ്ങനെയാണ് അദ്ദേഹം ഇന്നായത്. അതും രണ്ടും നല്ല തീരുമാനങ്ങളായിരുന്നു എന്നാണ് ഇതുവരെയുള്ള അനുഭവം.